സ്റ്റാറ്റസ് ഒക്കെ കണ്ട് ഓർഡർ കിട്ടുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഓർഡർ കിട്ടിയ കേക്കാണ് ഇത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഒരു മാസം ഉണ്ടാക്കിയ കേക്ക് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കാറുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ജോലി സ്ഥലത്തെ ഒരു സ്റ്റാഫാണ് ഈ കേക്ക് ഓർഡർ തന്നത്. ആളുടെ മോളുടെ ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ കപ്പ് കേക്ക്സ് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഈ പറയണ 30 കപ്പ് കേക്കും ഹാഫ് kg ചോക്ലേറ്റ് കേക്കും ഇവിടെ തന്നെ പിറ്റേ ദിവസം കൊടുക്കാനുണ്ടായിരുന്നായിരുന്നു. ഇതിൻ്റെ ഒപ്പം നമുക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഹാഫ് kg വാനില കേക്കായിരുന്നു. അപ്പം നമുക്ക് തീം പണ്ടുണ്ടായിരുന്നു മോഹന തീം കേക്കായിരുന്നു. ഇയാളെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇയാളുടെ പേര് ഇങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയണമായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ പേര് പറയാൻ ഭയങ്കര മടി വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ആ പേര് പറയുമ്പോൾ തെറ്റോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഈ തീം കേക്കാണ് നമുക്ക് ചെയ്യാനുണ്ടായത്. അപ്പോൾ പ്രിൻ്റൊക്കെ നമ്മൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിൽ ബിസ്ക്കറ്റ് പൊടിയാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ബീച്ചിൻ്റെ ഒരു എഫക്റ്റ് കിട്ടി ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എടുത്ത് കൊണ്ട പ്രിൻ്റൊക്കെ നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ചാർജ് ചെയ്യുന്ന സിമ്പിളായിട്ട് ഇപ്പോൾ കേട്ടത് സാറിൽ നമ്മൾ എന്തായാലും ഇതിന് തുടങ്ങി കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത പണിക്ക് പോകാം. അപ്പോൾ എല്ലാ പ്രിൻ്റും നമ്മൾ കേക്കൊക്കെ വെച്ച് കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ 3ൻ്റെ ടോപ്പറും പിന്നെ നമ്മൾ പേര് നമ്മൾ ചോക്ലേറ്റ് കണ്ണാശോണ്ടാണ് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ടായത്. പേര് ഡയറക്റ്റ്ലി കേക്കിൽ എഴുതി കൊടുക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എല്ലാ പ്രിൻ്റും വെച്ച് വന്ന് പേരൊക്കെ എഴുതി കിട്ടിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ക്യൂട്ട് കേക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ആ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എന്നോട് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.